ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇനി ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ y is equal to f of x ആണല്ലോ നമ്മൾ നോർമൽ എഴുതുമ്പോൾ y is equal to f of x വന്നിരുന്നാൽ നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഡെറിവേറ്റീവ് dy/dx കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി y is equal to f of x എന്ന ഫോമിലേക്ക് മാറ്റണം, അതായത് x ഒരു സൈഡിലും y ഒരു സൈഡിലേക്ക് മാറ്റാൻ പറ്റാത്ത രീതിയിൽ വരുന്ന ഫംഗ്ഷൻസ്, അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്താ y ഇൻ ടേംസ് ഓഫ് x എഴുതാൻ പറ്റാത്ത ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 2xy ഈസ് ഈക്വൽ ടു y സ്ക്വയർ എന്നിരിക്കട്ടെ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരും y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ നോക്കാം. ഫൈൻഡ് dy/dx if y plus sin y is equal to cos x. y plus sin y is equal to cos x. എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ്റെ y plus sin y is equal to cos x എന്നതിനെ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. അങ്ങനെ ചെയ്യുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്, dy/dx ആണ്. dy/dx പ്ലസ് സൈൻ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, കോസ് വൈ വരും. പിന്നെ എന്തും കൂടി വരും, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആവുമ്പം ഒരു dy/dx കൂടെ വരും. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ എക്സ്. ഇനി ഇവിടെ ഒരു dy/dx, ഇവിടെ dy/dx കോമൺ എടുക്കാം. dy/dx ഇൻറ്റു 1 പ്ലസ് cos y is equal to minus sin x. dy/dx, again dy/dx is equal to minus sin x by 1 plus cos y. ഒരു എക്സാമ്പിൾ നോക്കാം. xy plus y square is equal to tan x plus y. എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. റെസ്പെക്ട് ടു എക്സ്. ഫസ്റ്റ് എക്സ് വൈ ആണ്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടെണ്ണത്തിൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്, ഫസ്റ്റ് ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വൈയുടെ ഡെറിവേറ്റീവ് dy/dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇസ് 1 പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2y വരും. ദെൻ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് dy/dx പ്ലസ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് sec square x. വൈയുടെ ഡെറിവേറ്റീവ് dy/dx. ഇനി എന്ത് ചെയ്യണം, dy/dx ഉള്ള ടേംസ് എല്ലാം കൂടെ എന്ത് ചെയ്യുക, ഒരു സൈഡിലേക്കും ബാക്കിയുള്ള ടേംസ് എല്ലാം കൂടെ എന്ത് ചെയ്യുക, ഈക്വൽ സൈനിൻ്റെ മറു സൈഡിലേക്കും കൊണ്ടുപോകണം. അപ്പോൾ എന്താ പറയുക, ഇവിടെ x dy/dx ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 2y dy/dx ഉണ്ട്. ഈസ് ഈക്വൽ ടു അവിടെ പ്ലസ് dy/dx ഇപ്പുറം വരുമ്പോൾ മൈനസ് dy/dx ഈസ് ഈക്വൽ ടു sec square x ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ള പ്ലസ് y അപ്പുറം പോകുമ്പോൾ മൈനസ് y. ദെൻ dy/dx കോമൺ എടുക്കുന്നു. dy/dx കോമൺ എടുക്കുമ്പോൾ എക്സ് പ്ലസ് 2y മൈനസ് 1 ഈസ് ഈക്വൽ ടു sec square x minus y. Then dy/dx is equal to sec square x minus y by x plus 2y minus 1.